ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാനൊന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു വീഡിയോ ആണ്. രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഞാൻ എണീറ്റിട്ട് അടുക്കളയിലേക്ക് വരാറ്. എന്നെ ആരെങ്കിലും ഒന്ന് ഉന്തി കൊണ്ടുവരണം. കാരണം നിങ്ങൾക്കറിയാലോ, ഇപ്പം കാലിന് പ്രശ്നമില്ലാണ്ട് ആരെങ്കിലും കൊണ്ടുവരണം. പിന്നെ അതുവരെ ഞാൻ ഒരു 9 മണി വരെ ഞാൻ കിടന്നുറങ്ങും. രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങൽ. ഒരു മണിയൊക്കെ ആകും. വേദന കൊണ്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ ഇങ്ങനെ കിടന്ന് തരുന്നതിൻ്റെ ഇടയിൽ അങ്ങ് ഉറങ്ങി കിട്ടലാണ്. പിന്നെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ എണീക്കാറുള്ളൂ. ഞാൻ വരുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ തന്നെ ഒറ്റയ്ക്ക് തനിയെ വരാറാണ്. ഞാൻ ഒറ്റയ്ക്ക് വരാറൊന്നുമില്ല. ആരെങ്കിലും കൊണ്ടുവരണം. ഒന്നെങ്കിൽ മോന് കൊണ്ടുവരും, ഇല്ലെങ്കിലും അനിയത്തിൻ്റെ മോനോ ആരെങ്കിലും കൊണ്ടുവരും. അങ്ങനെ അനിയത്തിൻ്റെ മോൻ കൊണ്ടുവരുന്നത് ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവന് ജസ്റ്റ് ബേക്കിൽ നിന്ന് വീഡിയോ എടുത്തത്. അപ്പം ഞാൻ തനിയെ വീഡിയോക്കും വേണ്ടിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇതാ ഞാൻ രാവിലെ നാസ്തയൊക്കെ കഴിച്ച് രാവിലെ 2 ചായ കുടിക്കലുണ്ട്. എത്ര പെയ്തിട്ട് എണീച്ചാലും 9 മണിയായാലും ഞാൻ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും എന്തെങ്കിലും ചായൻ്റെ കടിയും കൂട്ടിയിട്ട് അതിന് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു 11-11:30 മണിയാകുമ്പോൾ നാസ്ത കഴിക്കാറുള്ളൂ. ഇപ്പോൾ അതൊന്നുമില്ല. രാവിലെ ഒരു 9:30 മണിയാകുമ്പം തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും പിന്നെ ചപ്പാത്തിയും ബട്ടർ ചിക്കനാണ് ഉണ്ടായത്. അത് നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. ഒരു 2 ചപ്പാത്തിയും ബട്ടർ ചിക്കനും കഴിച്ച് പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് അടുക്കളയിൽ, കുറേ ദിവസമായി അടുക്കള കാണാത്തത്, അപ്പോൾ അടുക്കളയിലേക്കൊന്ന് പോയിട്ടുണ്ട്. അടുക്കളയൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ തിരിച്ച് റൂമിലേക്ക് വന്നത്. തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മിഠായിയൊക്കെ ഉണ്ടായിന്. അതിൽ നിന്ന് ഒന്നെടുത്ത് തിന്ന് അത് തിന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ മോനുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് അതിൽ മുളകും ഉപ്പൊക്കെ പെരക്കിയിട്ട് കൊണ്ടുതരുന്നു. അങ്ങനെ അതും കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ അവിടെ വീൽ ചെയറിലേക്ക് ഇരുത്തുന്നുണ്ട് അനിയത്തിര മോന്. അങ്ങനെ അതിലേക്ക് ഇരുത്തിയിട്ട് അവനിതാ എന്നെ കൊണ്ടുവരുന്ന രംഗാണ് ഈ കാണുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കസാലയൊക്കെ മാറ്റിയതിന് ശേഷം ഇതാ എന്നെ അവിടെ ഇരുത്തുന്നുണ്ട്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ചയ്ക്ക് ഇതാ ഞാൻ വന്ന് നോക്കുമ്പോഴേക്ക് നല്ല ആവി പറക്കുന്ന ചെമ്മീൻ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടായത്. എല്ലാം അനിയത്തിയുടെ മോൻ തന്നെയാണ് എനിക്ക് വിളമ്പി തരുന്നതും പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരുന്നതൊക്കെ. വേറെ അനിയത്തിൻ്റെ വേറൊരു മോനതാ സൈഡിൽ അവൻ ഇരിക്കുന്നുണ്ട്. അവനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ മത പാത്രമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് വരുന്നത്ര. ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ 2-3 ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവരോടും കുറച്ച് സംസാരിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. അടിപൊളി ചെമ്മീൻ ബിരിയാണിയും പിന്നെ ബീട്രൂട്ട് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അനിയത്തിൻ്റെ സ്പെഷ്യലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നത് എൻ്റെ സ്പെഷ്യലല്ലേ. ഇപ്പോൾ ഒക്കെ അനിയത്തിൻ്റെ സ്പെഷ്യലാണ്. പിന്നെ കാര്യമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പണിയൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പണികളൊക്കെ അല്ലേ നിങ്ങൾക്ക് കാട്ടിത്തരണ്ടേ. അപ്പോൾ അങ്ങനെയൊന്നും വീഡിയോ എടുക്കാനില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ചാനലിനെ എനിക്ക് കളയാനും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തത്. കാര്യമായിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നത് മാത്രമേ ഉണ്ടാവും. വലിയ സംഭവങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. എന്നാലും വീഡിയോ ജസ്റ്റ് ഇടാമെന്ന് വിചാരിച്ച് എൻ്റെ സൗണ്ടെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നവർ കേൾക്കുമല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് പേര് കരയുന്ന ഇമോജി ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിന്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കട്ടെ. ഇതുപോലുള്ള അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും എല്ലാവരെയും പടച്ച റബ്ബ് കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവർക്ക് വേണ്ടി എൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ ഞാൻ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് തീർന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ പിന്നെ ഷമാമ് മുറിച്ചതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മധുരമൊക്കെ ഉണ്ടായിന്. പിന്നെ ഇതാ പിന്നെ പപ്പായ മുറിച്ചതുണ്ട്. നല്ല അടിപൊളി മധുരമുണ്ട്. ഇതും ഓരോരുത്തരും ഗസ്റ്റാർ വരുമ്പം കൊണ്ടുവന്നതാണ് കേട്ടോ. എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പം ഒരുപാട് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തിന്നാൻ വേണ്ടി പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മുടെ ബെഡ് റെസ്റ്റ് അല്ലേ. അപ്പോൾ എന്നെ കാത്തിട്ട് ഇതാ എൻ്റെ വീൽ ചെയർ ഇങ്ങനെ അനാഥമായി ഇരിക്കുന്നുണ്ട്. ഞാൻ എണീക്കുന്നതും കാത്തിട്ട്. ഞാൻ എണീറ്റാലേലും അതിന് പണി കിട്ടുമോ അതുവരെ എന്നെ വെയിറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനിവിടെ കിടക്കുന്നുണ്ട്. അതെന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വൈകുന്നേരമായിട്ട് പിന്നെ ഇതാ മോനിതാ ഒരു ഗ്ലാസ് ചായ കട്ടൻ ചായ കൊണ്ട് തന്നിട്ടുണ്ട്. കട്ടൻ ചായൻ്റെ കൂടെ ഇതാ നെയ്റ്റിയൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊന്ന് പാളി നോക്കുമ്പോഴേക്ക് അതിലുണ്ട് പരിപ്പ് വട, നല്ല അടിപൊളി പരിപ്പ് വട.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും നെറ്റിയിലൊക്കെയോ പരിപ്പ് വട ചുട്ടിട്ട് വെക്കലെന്ന്. പരിപ്പ് വട ഇവിടെ നിന്ന് ഉണ്ടാക്കിയതല്ല, അമ്മായി കൊടുത്തയച്ചതാണ്. അമ്മായി മീൻസ് എൻ്റെ ആങ്ങളുടെ വൈഫ് കൊടുത്തയച്ചതാണ്. അപ്പോൾ അതും കൂട്ടി നല്ല കട്ടൻ ചായ കുടിച്ചതിന് ശേഷം വീണ്ടും കുറേ ഗസ്റ്റുകാർ വന്ന് അവരോടൊക്കെ സംസാരിച്ചിരുന്നിട്ട് സമയം പോയതറിഞ്ഞിട്ടില്ല. പിന്നെ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഓരോരുത്തരും പോയത്. നിങ്ങൾക്ക് വേണ്ടി എന്ത് വീഡിയോസാണ് ഇടേണ്ടതെന്നില്ല ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.